കൂട്ടുകാരെ, ദിസ് ഈസ് മീ യുവർ ടോമച്ചൻ. ജീസസ് കിഡിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം. കൂട്ടുകാരെ, ഇന്ന് ഒരു കഥയുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുൻപിൽ വന്നിട്ടുള്ളത്. ചിത്രപുരികാട്ടിലെ ചിത്രസിംഹൻ. നമുക്ക് ആ കഥ കേട്ടാലോ? വരൂ, നമുക്ക് കഥ കേൾക്കാം. ചിത്രപുരികാട്ടിലെ രാജാവായിരുന്നു ചിത്രസിംഹൻ. കാട്ടിൽ എല്ലാ വർഷവും മത്സരം സംഘടിപ്പിക്കുക പതിവായിരുന്നു. അങ്ങനെ കാട്ടിലെ എല്ലാവരും കാത്തിരുന്ന ആ മത്സര ദിവസം വന്നെത്തി. ചിത്രപുരികാട്ടിലെ വിരുദ്ധനായ ഒരു കുട്ടിക്കുറുക്കൻ ഉണ്ടായിരുന്നു. എല്ലാ വർഷവും ഈ മത്സരങ്ങൾ നടക്കുമ്പോൾ മത്സരത്തിൽ പങ്കെടുക്കുന്ന നമ്മുടെ കുട്ടിക്കുറുക്കൻ മത്സരങ്ങളിലെല്ലാം തോൽക്കുക പതിവായിരുന്നു. അങ്ങനെ ഇരിക്കെ ഇത്തവണ നടക്കുന്ന മത്സരങ്ങളിൽ എനിക്ക് എങ്ങനെയെങ്കിലും വിജയിക്കണം എന്ന ചിന്തയോടെ കുട്ടിക്കുറുക്കൻ മനസ്സറിഞ്ഞ് ഇരുന്നു. മത്സരങ്ങളിൽ ഏറ്റവും വലിയ ഒരു മത്സരമായിരുന്നു പഴവർഗ കോട്ടയിലെ മത്സരം. ഈ മത്സരത്തിന് ഒരു പ്രത്യേകതയുമുണ്ട്. കാടിന്റെ ഏറ്റവും നടുക്കുള്ള ഒരു കോട്ടയാണ് പഴവർഗ കോട്ട. ഈ പഴവർഗ കോട്ടയിലേക്ക് എത്തുക എന്നത് ദുഷ്കരമായ ഒരു സംഗതിയാണ്. നമ്മുടെ കുട്ടിക്കുറുക്കൻ ഈ മത്സരത്തിൽ വിജയിക്കുവാനായിട്ട് ഈ മത്സരം നടക്കുന്നതിന്റെ മുൻ ദിവസങ്ങളിൽ തന്നെ ഒരു വലിയ ഒരു തുരങ്കം മണ്ണിനടിയിൽ ആരും കാണാതെ പഴവർഗ കോട്ടയിലേക്ക് നിർമ്മിക്കുകയും ചെയ്തു. പഴവർഗ കോട്ടയിലേക്കുള്ള യാത്ര മാത്രമല്ല ദുഷ്കരം, മറിച്ച് പഴവർഗ കോട്ടയിൽ മാത്രം വളരുന്ന ഒരു പ്രത്യേകതര പഴമുണ്ട്. ആ പഴം നേടുക എന്നതാണ് ബുദ്ധിമുട്ടേറിയ സംഗതി. അത് തന്നെയാണ് മത്സരവും. അവിടെ ഒരു ദിവസം ഒരു പഴം മാത്രമേ ഉണ്ടാവുകയുള്ളൂ. ആ പഴം ആരാണോ കരസ്ഥമാക്കുന്നത് അവരായിരിക്കും വിജയ്. പഴവർഗ കോട്ടയിലേക്കുള്ള പാത വളരെ ദുഷ്കരവും അതുപോലെ തന്നെ ബുദ്ധിമുട്ടേറിയതും ആണ്. അങ്ങനെയൊക്കെ ഉള്ളതുകൊണ്ടാണ് നമ്മുടെ കുട്ടിക്കുറുക്കൻ മുൻ ദിവസങ്ങളിൽ ഒരു വലിയ ഒരു തുരങ്കപാത ആരും കാണാതെ നിർമ്മിച്ച് മറച്ചു വെച്ചത്. അങ്ങനെയിരിക്കെ മത്സര ദിവസം വന്നെത്തി. എല്ലാവരും മത്സരത്തിനായി തയ്യാറായി. അങ്ങനെ മത്സരം ആരംഭിച്ചു. ഒരുപാട് സമയത്തിന് ശേഷം നമ്മുടെ കുട്ടിക്കുറുക്കൻ പഴവർഗ കോട്ടയിൽ മാത്രം കണ്ടുവരുന്ന ഒരു പഴവുമായിട്ട് വിജയ ശ്രീലാളിതനായിട്ട് എല്ലാവരുടെയും മുൻപിൽ സന്തോഷത്തോടെ തുള്ളിച്ചാടി. എന്നാൽ കൂടെയുള്ളവർ ആകട്ടെ ഒരുപാട് സമയം കഴിഞ്ഞിട്ടാണ് മത്സരം അവസാനിപ്പിച്ച് തിരിച്ചെത്തിയത്. കുട്ടിക്കുറുക്കന്റെ കയ്യിൽ പഴം കണ്ടപ്പോൾ അവർക്കെല്ലാം നിരാശയായി. എങ്കിലും വിജയിയെ അവർ എല്ലാവരും ചേർന്ന് അഭിനന്ദിച്ചു. അങ്ങനെ സമ്മാനം കൊടുക്കുന്ന സമയം വന്നെത്തി. സമ്മാനത്തിന് അർഹരായവരെ രാജാവ് ചിത്രസിംഹൻ ഓരോരുത്തരെയായിട്ട് സ്റ്റേജിലേക്ക് ക്ഷണിച്ചു. അങ്ങനെ കുട്ടിക്കുറുക്കനും വളരെ സന്തോഷത്തോടെ കാത്തിരിക്കുകയാണ്, തന്റെ പേർ വിളിക്കുന്നതും കാത്ത്. എന്നാൽ സിംഹരാജൻ കുട്ടിക്കുറുക്കന്റെ പേരൊഴികെ ബാക്കി എല്ലാ വിജയികളുടെയും പേര് വിളിച്ച് സമ്മാനം നൽകി. കുട്ടിക്കുറുക്കന് വളരെയധികം സങ്കടമായി. അവൻ രാജാവിനോട് ഇപ്രകാരം പറഞ്ഞു: അല്ലയോ രാജാവേ, ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട് പഴവർഗ കോട്ടയിൽ നിന്ന് ഒരു പഴം നേടി വിജയിച്ച മത്സരം അങ്ങേക്ക് അറിയാവുന്നതല്ലേ? എന്തുകൊണ്ടാണ് എന്നെ സമ്മാനത്തിന് വിളിക്കാതിരുന്നത്? ഉടനെ സിംഹരാജൻ മറുപടി പറഞ്ഞു: മത്സരം അത് എപ്പോഴും നീതിയുള്ളതായിരിക്കണം. മറ്റുള്ളവരെ ചതിച്ച് നേടുന്നത് ഒരിക്കലും വിജയമല്ല, മറിച്ച് പരാജയമാണ്. എല്ലാവരും അമ്പരന്നു. കുട്ടിക്കുറുക്കനും ഒരു നിമിഷം സ്തംഭിച്ചുപോയി. സിംഹരാജൻ തുടർന്നു: നിങ്ങൾ മത്സരം ആരംഭിക്കുമ്പോൾ മുതൽ അവസാനിക്കുന്ന സമയം വരെ നിങ്ങളെ ഓരോരുത്തരെയും വീക്ഷിക്കുവാൻ ഞാൻ കുറച്ചു പേരെ നിയോഗിച്ചിട്ടുണ്ട്. അവർ എനിക്ക് വ്യക്തമായ ഒരു റിപ്പോർട്ട് തരുന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഇവിടെ വിജയം പ്രഖ്യാപിക്കുന്നത്. കുട്ടിക്കുറുക്കൻ ആരും കാണാതെ തുരങ്കപാത നിർമ്മിക്കുന്നത് മുതൽ അതിലൂടെ വേഗത്തിൽ പോയി ചതിവിലൂടെ ആ പഴം കരസ്ഥമാക്കി വിജയിച്ചത് അതൊരിക്കലും മത്സരത്തിന് അനുയോജ്യമായ സംഗതിയല്ല. ആയതിനാൽ
നിന്നെ ഈ മത്സരത്തിൽ നിന്ന് പുറത്താക്കി എന്ന് മാത്രമല്ല, ഇനി ഒരിക്കലും ഈ കാട്ടിൽ കണ്ടുപോകരുത് എന്ന കൽപ്പന പുറപ്പെടുവിച്ചുകൊണ്ട് സിംഹരാജൻ കുട്ടിക്കുറുക്കനെ ആ കാട്ടിൽ നിന്നും ഓടിപ്പിച്ച് വിട്ടു. കൂട്ടുകാരെ, ഈ കഥയിൽ നിന്ന് നമുക്ക് എന്തു മനസ്സിലായി? വിജയം എന്ന് പറയുന്നത് മറ്റുള്ളവരെ ചതിച്ചും വേദനിപ്പിച്ചും നേടുന്ന ഒരു സംഗതിയല്ല, മറിച്ച് ഓരോ മത്സരവും സന്തോഷം നൽകുന്നവ ആയിരിക്കണം. ഓരോ മത്സരവും അതിന്റെ നീതിപൂർവം വേണം നാം കാണുവാനായിട്ട്. ചതിവിലൂടെ നേടുന്ന ഒന്നും നമുക്ക് ഒരു കാലത്തും ശാശ്വതമല്ല. കർത്താവിൽ പ്രിയരെ, വിശുദ്ധ ഗ്രന്ഥത്തിൽ സദൃശവാക്യങ്ങൾ 11-ാം അധ്യായം 1-ാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നുണ്ട്: കള്ളത്തുലാസ് യഹോവയ്ക്ക് വെറുപ്പ്, ഒത്തപടിയോ അവന് പ്രസാദം. കർത്താവിൽ പ്രിയരെ, നാം ഒരിക്കലും മറ്റുള്ളവരെ ചതിച്ച് നേടുന്ന ഒന്നും നമ്മുടെ ജീവിതത്തിന് ഉപകാരപ്പെടുന്നില്ല എന്നാണ് ഈ കഥ നമ്മെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് നാം ഓരോരുത്തരും ആരെയും ചതിച്ചുകൊണ്ട് ഒന്നും നേടുവാൻ ശ്രമിക്കില്ല എന്ന് നമുക്ക് തീരുമാനമെടുക്കാം. കൂട്ടുകാരെ, ഇന്നത്തെ പ്രോഗ്രാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ജീസസ് കിഡിന്റെ മറ്റൊരു എപ്പിസോഡുമായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരെ ദിസ് ഈസ് മീ, യുവർ ടോമച്ചൻ, സൈനിങ് ഓഫ്.